സ്ത്രീയും പുരുഷനും ഒന്നുപോലെ ഉപയോഗിക്കുന്ന സാധനമാണ് സൺസ്ക്രീൻ. പക്ഷെ നിങ്ങൾ സൺസ്ക്രീൻ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്? പണ്ട് എനിക്ക് സൺസ്ക്രീനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്ന സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും എങ്ങനത്തെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യണമെന്ന്. അപ്പൊ ചിലർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം എന്ന് വെച്ചാൽ SPF കൂടിയ സൺസ്ക്രീൻ സെലക്ട് ചെയ്താൽ മതിയെന്ന്. SPF മാത്രം നോക്കി സെലക്ട് ചെയ്താൽ മതിയോ? അത് മാത്രം മതിയാവുമോ നമ്മുടെ സ്കിന്നിന്? പക്ഷെ അത് അങ്ങനെയല്ല. വേറെ പല കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സൺസ്ക്രീനിന്റെ ബോട്ടിലിൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ SPF തന്നെയാണ് സ്കിൻ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയും. അത് 30%, 50%, നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ഒരു 50 ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 30 അബോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരിക്കും എന്തിനാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്? നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മുടെ സ്കിന്നിലേറ്റിട്ട് കരിവാളിപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഏജ് കൂടുതൽ തോന്നുന്നു, സ്കിന്നിന്റെ പലവിധ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വെയിൽ കൊള്ളുന്നതിലൂടെ, ഈ പറഞ്ഞ പോലെ സൺലൈറ്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഈ UV റേസ് വന്ന് അടിക്കുന്നതിലൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനാണ് ശരിക്കും നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ സൂര്യനിൽ നിന്ന് 2 തരത്തിലുള്ള രശ്മികളാണ് ഉണ്ടാകുന്നത്. ഒന്ന് UVA റേസും ഒന്ന് UVB റേസും. UVB റേസ് എന്ന് പറയുന്നത് വെറും 5% മാത്രമേ നമ്മൾ സണ്ണിൽ നിന്ന് നമുക്ക് ഏൽക്കുന്നുള്ളൂ. അതിനെ മാത്രമേ ഈ SPF പ്രൊട്ടക്ട് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ UVA റേസിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഈ SPF നമ്മളെ പ്രൊട്ടക്ട് ചെയ്യില്ല. ഒള്ളി UVB റേസിൽ നിന്ന് വരുന്നത് മാത്രമേ നമുക്ക് ഈ SPF കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് സൺസ്ക്രീനിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതെന്ന് പറയുന്നത് PA എന്ന് പറയും, പ്രൊട്ടക്ഷൻ ഗ്രേഡഡ് UVA റേസ് ആണ്. UVA റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ PA എന്ന് പറയുന്ന സംഭവം അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് 3+ഓ 4+ഓ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്ലസ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലതാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബ്രോഡ് സ്പെക്ട്രം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, SPF 30 എബോ ആണോ, PA എന്ന് പറയുന്നത് 3+ ഓർ 4+ ഉള്ളതാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.